ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ഫെബ്രുവരി 9 ഞായറാഴ്ച മുതൽ 15 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മകരം കുംഭം രാശികളിലായി അവിട്ടം ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ ദ്വാദശി മുതൽ കൃഷ്ണപക്ഷ തൃതീയ വരെ തിരുവാതിര മുതൽ ഉത്രം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ വക്രഗതിയിൽ മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ മകരം കുംഭം രാശികളിലായി അവിട്ടം ചതയം നക്ഷത്രങ്ങളിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും ശുക്രനും രാഹുവും മീനത്തിൽ ഉത്രട്ടാതിയിലും വ്യാഴം ഇടവത്തിൽ രോഹിണിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു അല്ലാത്ത എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നു. വളരെ കരുതലോടെ കാര്യങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ വളർച്ചയും നേട്ടവും പ്രകടമാകും. സഹജവാസനകളും പരിചയസമ്പത്തും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. കൂടിയ ആലോചനകൾ ഗുണകരമാകും. സുഹൃത്ത് സമാഗമങ്ങൾക്കും സല്ലാപങ്ങൾക്കും അവസരം പ്രതീക്ഷിക്കാം. മനസ്സിനിഷ്ടപ്പെട്ട വിനോദങ്ങളിൽ വ്യാപരിക്കാൻ കഴിഞ്ഞേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അമിത ചെലവുകളും വന്നുഭവിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളിൽ ശ്രദ്ധ വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ കാര്യമായ വ്യതിയാനമൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകുവാൻ കഴിയും. ഒരു ആത്മവിശ്വാസം അനുഭവപ്പെടും. മാനസികമായി ഒരു ഊർജം മുന്നോട്ട് നയിക്കുന്നതാണ്. പ്രവർത്തന വേഗത സഹപ്രവർത്തകരിൽ വിസ്മയം സൃഷ്ടിക്കുന്നതായിരിക്കും. അത് അസൂയയ്ക്ക് വകയൊരുക്കും. ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്ക് നടത്താൻ കഴിയുന്നതാണ്. സഹോദരങ്ങളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ ലഭിക്കും. അന്യദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും മുന്നേറാൻ സാധിക്കുന്നതാണ്. ആഡംബര ചെലവുകൾ വർദ്ധിക്കും. അനാവശ്യമായ ചെലവുകളിൽ നിയന്ത്രണം വേണ്ടിവരും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായവർക്ക് പുനരാലോചന ഉണ്ടാകും. കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനും താല്പര്യം ഉണ്ടാകും. ബിസിനസ്സിൽ നിന്നും പകരക്കാരെ ഒഴിവാക്കും. സകല കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിലാക്കും. പ്രണയികൾക്ക് ശുഭതീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും. കലാപരമായ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. സിനിമ, സീരിയൽ, നാടക രംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ്. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ വന്നു പോകുവാൻ കഴിയും. വാരം മധ്യത്തിലെ ദിവസങ്ങൾ കൂടുതൽ മംഗളകരമാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടാം ഭാവത്തിൽ പക്കബലമുള്ള ചന്ദ്രൻ ചൊവ്വായുമായി ചേർന്ന് ശശിമംഗല യോഗം വരികയാൽ ധനാഗമം ഉറപ്പിക്കുവാൻ കഴിയും. വാക്കുകളിൽ മധുരവും തീക്ഷ്ണതയും ഇടകലരുന്നതായിരിക്കും. പ്രായോഗികമായി ചിന്തിക്കുകയും ആദർശത്തെ മുറുകെ പിടിക്കുകയും ചെയ്യും. കപടരെയും പൊയ്മുഖങ്ങളെയും പരിഹസിക്കാൻ മുതിർന്നേക്കും. ഭോഗസുഖം അനുഭവയോഗ്യമാകും. സുഹൃത്ബന്ധങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ്. സ്ത്രീകളിൽ നിന്നും ധനാഗമം വന്നെത്തും. ആഭരണങ്ങളോ വസ്ത്രങ്ങളോ പാരിതോഷികമായി ലഭിച്ചേക്കും. തൊഴിൽ രംഗത്ത് പ്രകടമായ ഉണർവ് അനുഭവപ്പെടും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറും. ആലോചനകളിൽ മുഴുകി സമയം കളയുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. മകരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം കാര്യങ്ങളിൽ ഉദാസീനരാകും. എന്നാൽ അന്യൻ്റെ കാര്യത്തിൽ അഹോരാത്രം പ്രവർത്തിക്കും. തന്മൂലം ഗാർഹിക അന്തരീക്ഷത്തിൽ അവസരങ്ങൾ ഉയർന്നേക്കാം. ബിസിനസ് രംഗം നവീകരിക്കാൻ വേണ്ട ശ്രമം നടത്തും. അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ കഴിഞ്ഞേക്കും.
ബന്ധുക്കളിൽ നിന്നും കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൃഷിയിൽ താൽപ്പര്യമുണ്ടാകും. മട്ടുപ്പാവ് കൃഷി, അടുക്കള കൃഷി എന്നിവ തുടങ്ങുന്നതിന് സാധിക്കും. ഊഹക്കച്ചവടം, ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി എന്നിവയിൽ നിന്നും സാമാന്യമായ വരുമാനം പ്രതീക്ഷിക്കാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. ബന്ധുസമാഗമം സാധ്യമാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുവാൻ അവസരം സിദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. ആത്മീയ സാധനങ്ങൾക്ക് അവസരം അനുകൂലമാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രാവർത്തികമാക്കാൻ ചില തടസ്സങ്ങൾ വരുന്നതായിരിക്കും. പുതുതലമുറയിലെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹരിക്കുവാനും തയ്യാറാകും. പാഴ്ചെലവുകൾ അമിതമാവാൻ ഇടയുണ്ട്. ധനവിനിയോഗത്തിൽ ശ്രദ്ധ പുലരണം. കലാപ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കഴിയും. പ്രണയികൾക്ക് വാരം അനുകൂലമാണ്. ആഴ്ച ആദ്യ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമായേക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു മനസ്സമാധാനം അനുഭവപ്പെടും. കാര്യങ്ങൾ ആയാസരഹിതമായി വിലയിരുത്താൻ കഴിയുന്നതാണ്. മിത്രങ്ങളിലെ ശത്രുക്കളെയും ശത്രുക്കളിലെ മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയും. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ പോംവഴി തെളിയും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന കാര്യത്തിലെ ആശങ്കകൾ മാറും. സന്താനങ്ങളുടെ ആവശ്യപ്രകാരം പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനമാകും. കുടുംബസമേതം അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായർ തിങ്കൾ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല. ഗുണകരമല്ലാത്ത യാത്രകൾ വേണ്ടിവരും. സാമ്പത്തിക സഹായം തേടി ബന്ധുക്കളോ സുഹൃത്തുക്കളോ എത്തിയേക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വാക്കുകൾ പാലിക്കുവാൻ സാധിച്ചേക്കും. സമൂഹത്തിലെ സ്വാധീനം വർദ്ധിക്കും. എന്നാൽ രാഷ്ട്രീയ നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിക്കുന്നതായിരിക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ മനസ്സമാധാനത്തോടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. കഫജന്യ രോഗങ്ങൾ അലട്ടിയേക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തിന് ഉലച്ചിലുണ്ടാകുന്ന കാലമാണ്. ജീവിതാനുഭവങ്ങൾ നൽകിയ ഗുണപാഠങ്ങൾ കരുത്തു പകരും. കുടുംബത്തിലെ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കും. അധിക സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുന്നതാണ്. സ്ഥലമാറ്റ കാര്യത്തിൽ തീരുമാനം നീണ്ടുപോകും. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ പക്ഷം പിടിക്കുന്നത് ദോഷകരമായി തീരും. വാരം ആദ്യം അലച്ചിലിനും സാധ്യതയുണ്ട്. 9ാം ഭാവത്തിൽ ശുക്രൻ തുടരുന്നതിനാൽ പ്രാർത്ഥനയ്ക്കും ആത്മീയ സാധനങ്ങൾക്കും ഭംഗം വരില്ല. പിതാവിൻ്റെ സഹായവും സഹകരണവും ലഭിക്കും. വാരം മധ്യം ശുഭവാർത്തകൾ തേടിവരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. സാമ്പത്തിക ഇടപാടുകളിൽ കരുതൽ വേണം. വാരം മധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമായി മാറും. സാമ്പത്തികമായി മെച്ചമുണ്ടാകും. തൊഴിലിൽ നേട്ടവും സ്ഥിരതയും ഉണ്ടാകും. കൂട്ടായ തീരുമാനം കൈക്കൊള്ളുന്നതിൽ വിജയിക്കും. ഒപ്പം സ്വന്തം നിലപാടുകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും കഴിയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. വസ്തു വ്യാപാരം കൂടുതൽ വിപുലമാക്കിയേക്കും. ആരോഗ്യസ്ഥിതി മോശമാകില്ല. ഗൃഹനിർമ്മാണം വേഗത്തിലാവും. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലികമായ അവസരമെങ്കിലും ലഭിക്കാതിരിക്കില്ല. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം കാര്യങ്ങളിൽ പല തടസ്സങ്ങളും വന്നുചേരും. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ വിഷമിക്കുന്നതാണ്. ശാരീരിക ക്ലേശവും അനുഭവപ്പെട്ടേക്കാം. ആഴ്ച പകുതിയോടെ ദിവസങ്ങൾക്ക് മേന്മയുണ്ടാകും. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ്. ലഘുപ്രയത്നത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞേക്കും. സാമ്പത്തിക സ്രോതസ്സുകൾ പല മേഖലകളിൽ നിന്നും തുറന്നു കിട്ടും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ധനലാഭത്തിന് സാധ്യതയുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗം നടന്നു കിട്ടും. പ്രണയജീവിതം സുലഭിലമാകും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം ദൃഢമാകുന്നതാണ്.
ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ആലസ്യം അനുഭവപ്പെടും. ചുമതലകൾ നീട്ടിവെക്കുന്നതാണ്. കാര്യവിജയത്തിന് വളരെ ക്ലേശിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. ആരോഗ്യ പരിശോധന അനിവാര്യമായി വരും. വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്കുന്നത് കരുതലോടെ വേണം. കളവിലും ചതിയിലും പെടാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവണം. ആഴ്ച പകുതി കഴിയുന്നതോടെ ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങും. ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ സ്വീകാര്യമാകും. നറുക്കെടുപ്പിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. കടബാധ്യത ഭാഗികമായി തീർക്കാൻ സാഹചര്യം ഒരുങ്ങിയേക്കും. വ്യവഹാരങ്ങളിൽ പ്രതീക്ഷിച്ച തീർപ്പ് ഉണ്ടാകുന്നതാണ്. സംഘടന രംഗത്തും രാഷ്ട്രീയത്തിലും സ്വാധീനം ഉയരും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകുന്നതാണ്. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കും. സുഹൃത്ത് സമാഗമങ്ങളിലൂടെ സന്തോഷം ഭവിക്കും. ശുഭവാർത്തകൾ തേടിയെത്തും. പ്രതീക്ഷിച്ചതുപോലെ സാമ്പത്തിക വരവിൽ വർധനവുണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ആഴ്ച അവസാനത്തോടെ അല്പം സൗകര്യം കുറയാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ അധ്വാനഭാരം വർദ്ധിക്കും. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടാതെ വിഷമിക്കും. ശത്രുക്കൾ അത് ആയുധമാക്കുവാനും സാധ്യതയുണ്ട്. ആശുപത്രി ചെലവിനും സാധ്യത കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധ കുറയും. ദൗത്യങ്ങൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ദോഷമായി തീരും. വായ്പ തിരിച്ചടവുകൾക്ക് മുടക്കം വരാൻ ഇടയുണ്ട്. കൂടുതൽ കടം വാങ്ങുവാനുള്ള തോന്നൽ നിയന്ത്രിക്കുന്നതായിരിക്കും ഉചിതം. ക്ഷോഭം അധികമായേക്കും. ചിലപ്പോൾ കർമ്മമേഖലയിൽ സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വസ്തു വ്യാപാരത്തിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട്. അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി വീട്ടിലും തൊഴിൽ സ്ഥലത്തും ആക്ഷേപം ഉയരും. ആഴ്ച അവസാന ദിവസങ്ങളിൽ കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിക്ക് മിഴിവേറുന്നതാണ്. ആസൂത്രണം ചെയ്ത ജോലികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ കഴിയും. യാത്രകൾ കൂടുതലാകും. സാമ്പത്തികമായി വാരം ഗുണകരമായിരിക്കും. വ്യാപാരികൾക്ക് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താനാകും. തൊഴിൽ മേഖലയിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം. വില കൂടിയ സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് പൊതുജന സ്വീകാര്യത വർദ്ധിക്കും. ആഴ്ച അവസാന ദിവസങ്ങളിൽ ചെലവ് അധികരിച്ചേക്കും. വേണ്ടപ്പെട്ടവരോട് മുഷിഞ്ഞ് സംസാരിച്ചേക്കും. പതിവുള്ള ആരോഗ്യ പരിശോധനകൾ ഒഴിവാക്കരുത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ ഏകാഗ്രതയുണ്ടാകും. കുടുംബത്തിൻ്റെ പിന്തുണയും പ്രോത്സാഹനവും ലഭിക്കും. വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി അവസാനിച്ചത് ആശ്വാസകരമാകും. ധനപരമായ ഞെരുക്കം കുറഞ്ഞേക്കും. കൂട്ടു ബിസിനസ് തുടങ്ങുന്ന കാര്യം ആലോചനയിൽ വരും. ബന്ധുക്കൾ പഴയ പിണക്കം മറന്ന് ഇണങ്ങുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്ന് തോന്നാം. വീട് മാറുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുവാൻ കഴിയും. കരാർ പണികൾക്ക് മുടക്കം വരില്ല. പിതാവിൻ്റെ പിന്തുണയും സാമ്പത്തിക സഹായവും ലഭിക്കും. 5-ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരം മൂലം കലാപ്രവർത്തന രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. ഭാവനകൾക്ക് ചിറകുമുളയ്ക്കും. ഭൗതിക പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിതാവിൻ്റെ പ്രോത്സാഹനവും സഹായവും ഉണ്ടാകും. സംരംഭങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. പുതിയ കാലത്തിൻ്റെ പുത്തൻ പ്രവണതകൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതാണ്. സ്ഥിരമായ വരുമാനത്തിൽ വർധനവും സ്ഥിരതയും ഉണ്ടാകും. പെൻഷൻ പറ്റിയവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ കിട്ടിയേക്കും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും.
സംഘടനകളിൽ നേതൃപദവി കൈവന്നേക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും. വിവാഹ കാര്യത്തിൽ ശുഭതീരുമാനമാകും. സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹജമായ കഴിവുകൾ തിരിച്ചറിയുവാൻ ആകും. അവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും സാധിക്കും. ബുദ്ധിപരത സംഭാഷണത്തിൽ പ്രകടമാകുന്നതാണ്. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. പ്രതികരണം ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. സ്വയം തൊഴിൽ മേഖലയിൽ കുറച്ചൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വീട് മോടി പിടിപ്പിക്കുവാൻ കഴിയും. വാഹനം മാറി വാങ്ങുവാൻ തീരുമാനമാകും. ബന്ധുക്കളുടെ വ്യാപാരത്തിൽ സഹകരിക്കുന്നതാണ്. സന്താനങ്ങളുടെ ജോലിക്കായി പരിശ്രമം തുടരും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക രംഗത്ത് തിരക്ക് വർദ്ധിക്കും. ഒപ്പം ചുമതലകളും കൂടിയേക്കും. ആത്മാർത്ഥത അധികാരികൾ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. വ്യക്തിപരമായ മനക്ലേശങ്ങൾക്ക് പോംവഴികൾ വന്നു ചേരുന്നതാണ്. കുടുംബാന്തരീക്ഷം സംതൃപ്തി നൽകും. സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കും. പഴയ വാഹനം വിൽക്കുകയും പുതിയത് വാങ്ങുകയും ചെയ്യും. വിദ്യാർത്ഥികൾ അന്യനാട്ടിലെ പഠനാവസരങ്ങൾ പ്രയോജനപ്പെടുത്തും. അക്കാര്യം കുടുംബത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർത്തവ്യ നിർവഹണത്തിൽ ശ്രദ്ധയുണ്ടാകും. ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഫലവത്താകുന്നതാണ്. പ്രാദേശിക രാഷ്ട്രീയത്തിൽ താൽപ്പര്യം കൂടിവരും. നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ്. ശാരീരിക ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ധനവരവ് മോശമാകില്ല എങ്കിലും ചെലവും വർദ്ധിക്കും. സഹോദര ഗുണം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക. സഹപ്രവർത്തകരുടെ അനാവശ്യ പ്രവണതകളെ വിമർശിക്കുകയും അത് ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് അത് നോക്കി നടത്താനായി പകരക്കാരെ ഏൽപ്പിക്കുന്നത് ഗുണകരമായേക്കില്ല. അന്യദേശത്തുള്ളവർ നാട്ടിൽ വന്നുപോകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങളുടെ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. തൊഴിലിൽ സമ്മിശ്ര ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക. കരാറുകൾ നീട്ടിക്കിട്ടുന്നതിലെ ആശങ്ക അകലുന്നതാണ്. കടബാധ്യത കുറയ്ക്കാൻ കഴിഞ്ഞേക്കും. വരുമാനം തൃപ്തികരമാകും. എന്നാൽ ചെലവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കില്ല. ശത്രുക്കളുടെ എതിർപ്പ് അത്ര കാര്യമാക്കില്ല. സ്വയം തൊഴിൽ മേഖല ലാഭകരമാകും. ശാരീരിക ക്ലേശങ്ങൾക്കും അയവുണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ഥാനമാനങ്ങളോ പുതിയ ചുമതലകളോ പ്രതീക്ഷിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മത്സരങ്ങളിൽ വിജയിക്കാനാവും. ബന്ധുക്കളുടെ സഹകരണം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ അഭിപ്രായം സ്വീകാര്യമാകും. പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ്. ആവശ്യമായ ചെറിയ മുതൽ മുടക്കിന് പണം കണ്ടെത്താനാകും. സന്താനങ്ങളുടെ നിർബന്ധശീലം മനപ്രയാസം സൃഷ്ടിക്കും. സന്താനങ്ങളുടെ പഠനയാത്രകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉന്നതരുമായുള്ള സൗഹൃദം ഗുണകരമാകും. കക്ഷി രാഷ്ട്രീയത്തോട് താൽപ്പര്യം കുറഞ്ഞേക്കും. വസ്തു തർക്കങ്ങളിലോ വ്യവഹാരങ്ങളിലോ തീരുമാനം നീണ്ടുപോയേക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ എപ്പോഴും എന്തെങ്കിലും മാനസിക സമ്മർദ്ദം അലട്ടിക്കൊണ്ടിരിക്കും. തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ കരുതലും ആലോചനയും വേണം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം. എത്ര ശുഷ്കാന്തി ഉണ്ടായിരുന്നാലും ആലസ്യം അനുഭവപ്പെടും. രാഹു ഒപ്പം സഞ്ചരിക്കുന്നതുകൊണ്ടാകാം രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിൻ്റെ പല ഗുണങ്ങളും അനുഭവത്തിലാകാത്തത്. കാര്യസാധ്യത്തിനായി ആദർശത്തിൽ നിന്നും വ്യതിചലിക്കും. ശരിയായ വഴിയാണ് സ്വീകരിച്ചതെന്ന് ഉറപ്പാക്കാനാവില്ല. എന്നാൽ ഗ്രഹത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ അനുകൂലമാകും. പ്രാസംഗികർക്കും ഗായകർക്കും സമയം അനുകൂലമാണ്.
പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനാകാതെ ചിലപ്പോൾ ശങ്കിച്ചു നിൽക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ആവർത്തിച്ചേക്കും. ആലോചനകളിൽ സിംഹഭാഗവും സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിക്കുവാനുള്ള പോംവഴികളെപ്പറ്റിയുള്ളതായിരിക്കും. ദമ്പതികൾക്ക് വ്യത്യസ്ത ദിക്കുകളിൽ താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പിതാവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല. എന്നാൽ അതിൽ പിന്നീട് മനസ്താപം തോന്നിയേക്കാം. ആത്മീയ സാധനങ്ങൾക്ക് സമയം നീക്കിവെക്കുന്നതാണ്. വാരം അവസാനത്തോടെ കൂടുതൽ സൗഖ്യം അനുഭവപ്പെടുന്നതാണ്. ഭൂമി സംബന്ധമായി ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. സാമാന്യമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി വന്നെത്തുന്നതാണ്. ദാമ്പത്യ ജീവിതം സമാധാനപരമാകും. തീർത്ഥയാത്രയ്ക്കോ വിനോദയാത്രയ്ക്കോ അവസരം ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായി ഒരു സ്വസ്ഥത പ്രതീക്ഷിക്കാം. ബന്ധുഭവനങ്ങൾ സന്ദർശിക്കും. സുഹൃത്തുക്കളോടൊപ്പം ലഘു വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും. സുഖഭക്ഷണവും ശരിയായ വിശ്രമം ലഭിക്കുന്നതാണ്. ധനവരവ് മോശമാകില്ല. എന്നാൽ ചെലവും അല്പം കൂടിയേക്കും. പുതിയ ഗൃഹോപകരണം വാങ്ങുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലയിൽ അധ്വാനഭാരം വർദ്ധിക്കും. ദിനചര്യകൾ തെറ്റാൻ ഇടയുണ്ട്. ശുഭവാർത്തകൾ തേടിയെത്തും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമാകും. പൊതുവെ മനസ്സ് സ്വതന്ത്രമായിരിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടന്ന് കിട്ടുന്നതാണ്. സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളുടെ പരിചയം കാര്യസാധ്യത്തിന് പ്രയോജനപ്പെടുത്തും. പ്രതികരണം ചിലരുടെ ശത്രുത സമ്പാദിക്കാൻ ഇടയാക്കിയേക്കും. പ്രധാന കാര്യങ്ങൾക്ക് കുടുംബത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കുന്നില്ല എന്ന് ആക്ഷേപമുയരും. പ്രണയികൾക്ക് ജീവിതം സുലഭമായി അനുഭവപ്പെടും. ചുമതലകൾ തൃപ്തികരമായി നിർവഹിക്കാൻ കഴിയുന്നതാണ്. അന്യനാട്ടിലുള്ളവർ ദൈവിക സമർപ്പണങ്ങൾക്കായി നാട്ടിൽ വന്നു പോകേണ്ടി വരും. വ്യാപാരത്തിൽ കുറച്ചുകൂടി ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. ഔദ്യോഗികമായി ശോഭിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്കായി വേണ്ട തയ്യാറെടുപ്പ് നടത്തുവാൻ കഴിയും. ചീട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.